വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ത്രോട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രോട്ടിൽ ഇതിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MTയുടെ ത്രോട്ടിലാണ്. ഇത് നമുക്ക് R15 വേർഷൻ 3 വേർഷൻ 2 വേർഷൻ 1 FCയിലൊക്കെ സുഖമായിട്ട് ഡയറക്റ്റ് ഫിറ്റാണ്. മറ്റു ബൈക്കുകളും സെറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇത് നമ്മുടെ യമഹ വണ്ടികളായ കാരണമാണ് ഞാനത് അങ്ങനെ പറയാൻ കാരണം. ഡയറക്റ്റ് സൂട്ടാകുന്നുള്ളത് മറ്റു വണ്ടികളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നുമില്ല. കാരണം കിൽ സ്വിച്ചും ഇതും തമ്മിൽ സെപ്പറേറ്റ് ആണ്. നമ്മളൊരു ക്വിക്ക് ത്രോട്ടിൽ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ സെറ്റപ്പും. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പ്രൈസ് ഈ രണ്ട് കേബിളിനെയും കൂടിയിട്ട് ഇതിനും കൂടിയിട്ട് 500 രൂപ വരുന്നത്. ഈ രണ്ട് കേബിളിന് 450 രൂപയും ഇതിന് 50 രൂപയാണ് വരുന്നത്. ഈ രണ്ട് പീസും കൂടിയിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഈ ഒരു സംഭവം കണ്ടു. ഈ ഒരു സംഭവത്തിന് വേണ്ടി നമ്മളിവിടെ ഹോൾ ചെയ്യണം. ഇത് ഹോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഹാൻഡിലിൻ്റെ മുകളിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ സംഭവം രണ്ടും, അതായത് ഈ ഒരു പോർഷൻ ഇവിടെ നിന്നും ഈ മുകളിലത്തെ പോർഷൻ വെച്ചിട്ട് ഈ രണ്ട് സംഭവങ്ങളും പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹോൾ ഒഴിവാക്കാം. ആ ഹോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബലം ഉണ്ടാവും. ഇപ്പോൾ ഇത് വിലക്കുറവൊന്നുമില്ല, പക്ഷെ അതുകൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബലം ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിൽ സ്വിച്ച് ഇപ്പോൾ നമ്മൾ മാറി. ഇനി കിൽ സ്വിച്ചും കൂടി മേടിക്കേണ്ടി വരും. കിൽ സ്വിച്ച് ഇപ്പോൾ മേടിക്കാൻ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ത്രോട്ടിൽ കുറച്ചും കൂടെ ത്രോട്ടിൽ ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ വെളിച്ചില്ലാതെ തന്നെ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു സംഭവം നമ്മളിവിടെ കുറച്ച് കയറ്റുക. അപ്പോൾ ഇതുകൊണ്ട് കയറ്റി ഇത് കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കറക്റ്റ് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ഹാൻഡിലിൻ്റെ ഒടി. ഇത് നിങ്ങൾ കയറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ V2 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ഇട്ടതാണെന്നുണ്ടെങ്കിൽ V3 യൂസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്ററിന് തട്ടാൻ സാധ്യതയുണ്ട്. V3യുടെ കേസ് എനിക്കറിയില്ല. തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നില്ല. തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു സംഭവം കുറച്ചൊന്ന് പൊന്തിച്ച് വയ്ക്കുക. ഈ ബ്രേക്ക് സെറ്റ് കുറച്ചൊന്ന് പൊന്തിച്ച് വയ്ക്കുക. അതായത് ഒരുപാട് പൊന്തിക്കേണ്ടതില്ല, കുറച്ച് പൊന്തിച്ചാൽ മതി. പിന്നെ അടുത്തായിട്ട് നമ്മുടെ മീറ്ററിൻ്റെ അടിയിൽ കുറച്ച് റബ്ബർ ബുഷസ് വരും. ആ ബുഷസ് മൊത്തം അഴിച്ചിട്ട് ഡയറക്റ്റ് ഇതിൽ വെച്ചിട്ട് ഒന്നേ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫില്ലാവുന്ന രീതിയിൽ എന്തെങ്കിലും 3 പീസുകൾ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കറക്റ്റ് ഒടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ മീറ്ററിന് തട്ടുന്നില്ല, ഫുൾ കറക്റ്റ് USD എൻ്റെ ഒടി കിട്ടും. ഇപ്പോൾ USD ആയാലാണ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല, ഈ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. USD ആയാലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് പറഞ്ഞു തരികയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ്. ഇതെല്ലാവർക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജസ്റ്റ് നോർമൽ ത്രോട്ടിൽ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിൽ സ്വിച്ചിൻ്റെ ബോക്സ് ഒന്നെങ്കിൽ ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഇത് കട്ട് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇതിലാണ് നമ്മുടെ ത്രോട്ടിൽ കേബിൾ ഇരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ. അപ്പോൾ ആ ഒരു പോർഷനെ വിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ കിൽ സ്വിച്ചിൻ്റെ പോർഷൻ ഇരിക്കുന്നത്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ട, ഇത് എപ്പോഴും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ MTയുടെ കിൽ സ്വിച്ചിൻ്റെ സെറ്റ് മേടിച്ചിട്ട് സെറ്റ് ചെയ്യുമായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ബഡ്ജറ്റ് കാര്യങ്ങളും പറഞ്ഞു, ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ്, അപ്ഡേറ്റഡ് മോഡിഫിക്കേഷൻ പ്രൊഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനൽ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.